വയനാട് ചൂരമലയിലെ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയ ഒരു പ്രദേശമാണ് ഈ 13 പാലം എന്ന് പറയുന്ന സ്ഥലം. കാരണം ഈ ചൂരമലയിൽ നിന്ന് വരുന്ന പുഴ ഇവിടെ വരുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കൈത്തോടുമായി അവിടെ സംഗമിക്കും. അവിടെ ഈ ചൂരൽമലയിൽ നിന്ന് വന്ന ഈ ഉരുൾപൊട്ടി വന്ന വെള്ളവും മരങ്ങളും എല്ലാം കൂടി അടിഞ്ഞത് ഈ പ്രദേശത്താണ്. അങ്ങനെ അവിടെ ഈ മണ്ണും ചെളിയും അതോടൊപ്പം തന്നെ മരങ്ങളും വന്ന് അടിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഈ ചൂരൽമലയിൽ നിന്ന് വന്ന പുഴ ഇങ്ങോട്ട് തിരിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ മരങ്ങളും അതോടൊപ്പം തന്നെ ഈ ചെളിയെല്ലാം വന്ന് അടിഞ്ഞൊരു പ്രദേശം എന്ന നിലയിലായിരിക്കാം ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ നമ്മളൊപ്പം ഈ പരിസരവാസികൾ ചേരുന്നുണ്ട്. ഇന്ന് രാവിലെയും 3 മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ ഒട്ടേറെ ശരീര അവശിഷ്ടങ്ങളും ഈ ഭാഗത്ത് നിന്ന് തെരച്ചിൽ സംഘം കണ്ടെത്തി. ഈ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ? നിങ്ങളൊക്കെ അതിനകത്ത് തെരച്ചിൽപ്പെട്ട ആളുകളാണല്ലോ. അതായത് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് അവിടെ നിന്ന് ഒഴുകി വന്ന മരങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം അടിഞ്ഞുകൂടിയ ഒരു പ്രദേശമാണിത്. ഇവിടെ ചെറിയൊരു കൈത്തോടായിരുന്നു. ഈ കൈത്തോടിലേക്ക് എല്ലാം അവിടെ നിന്ന് വന്ന അവശിഷ്ടങ്ങളും മണ്ണും എല്ലാം അടിഞ്ഞുകൂടിയത് കാരണം ശരീരഭാഗങ്ങൾ കൂടുതൽ ഇങ്ങോട്ട് ഒഴുകാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഇവിടെ അന്ന് രാവിലെ തന്നെ ഇവിടെ 4 മൃതദേഹങ്ങൾ ഇവിടുന്ന് കിട്ടിയിരുന്നു. അതുപോലെ ബാക്കി മൃതദേഹങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഇന്ന് 3 മൃതദേഹങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മൃതദേഹങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളം ഇരച്ച് കയറി വന്നത് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ മൃഗങ്ങൾ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ മരങ്ങളുടെ അവശിഷ്ടങ്ങളും എല്ലാം വന്ന് കുടുങ്ങിയതും ഇവിടെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാ അവശിഷ്ടങ്ങൾ വന്ന് കൂടിയത് ഇവിടെയാണ്. ഈ പുഴ ഗതിമറി ആ പുഴയിലുള്ള വെള്ളം ഇങ്ങോട്ട് ഈ പുഴയെ എടുക്കൂലായിരുന്നു. അങ്ങനെ ഈ പുഴ പൊന്തിപ്പോയി. ആ നേരെ പോകുന്ന പുഴ അങ്ങനെ പോകുന്ന പുഴയ്ക്ക് ഈ പുഴ എടുക്കാതെയായി. ആ എടുക്കാതായ സാഹചര്യത്തിൽ എന്തായി, കംപ്ലീറ്റ് ഇങ്ങോട്ട് തിങ്ങിപ്പോയി മരങ്ങൾ. അതുകൊണ്ട് ഇവിടെ ഈ ഇത്ര ദൂരത്തേക്ക് ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ അതേമാതിരി ആ സൈഡിൽ കുറേ മരങ്ങൾ അടിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് 5 ബോഡി കിട്ടി. രാവിലെ ഞങ്ങൾ തന്നെ 5 ബോഡി വലിച്ച് 2 ബോഡി അവിടെ നിന്ന് കിട്ടി. ഞങ്ങളിവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ അട്ടമലക്കാർ. പിന്നെ ഞങ്ങൾക്ക് മാത്രം ഇവിടെ ബന്ധപ്പെട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പുറത്ത് പാലത്തിൻ്റെ അപ്പുറത്തുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഒറ്റപ്പെട്ട് മുണ്ടക്കൈക്കാർക്ക് അവിടെ അവർ ഭീകരാവസ്ഥ ഭയങ്കരമായിരുന്നു. അവർക്കും വരാൻ പറ്റും. അപ്പോൾ അട്ടമലയിൽ ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ മരം എത്തുന്നതിന് കുഴപ്പമുണ്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് തെരച്ചിൽ നന്നായിട്ട് നടത്താൻ പറ്റും? ഞങ്ങൾക്ക് തെരച്ചിൽ നല്ലപോലെ നടത്താൻ പറ്റി. ഞങ്ങൾക്ക് കുഴപ്പമില്ല. തെരച്ചിലൊക്കെ നടത്തി ഒരു കുഴപ്പമില്ലാത്ത ഞങ്ങൾ ഇത്ര താഴ്ന്നിട്ടാണ് എടുത്തത്. ഞങ്ങൾക്ക് ഒരു കയ്യിലൊരു സാധനം ഇല്ലായിരുന്നു. അവസാനം ഒഴുകി വന്ന സാരി ഞങ്ങൾ വെള്ളത്തിന് മുക്കിയെടുത്തിട്ടാണ് ആളുകൾ, ഞങ്ങൾ കുറേ ആളുകൾ, പിന്നെ എസ്റ്റേറ്റ് മാനേജർ ഈ ബോഡി തൂക്കിയെടുത്ത് ഞങ്ങളെ കൊണ്ട് പൊഴിഞ്ഞുപോയി. നമ്മളെ എസ്റ്റേറ്റ് മാനേജറും കൂടിയിട്ടാണ് സഹകരിച്ച് ബോഡി തൂക്കിയെടുത്ത് ഞങ്ങൾ പൊന്തിച്ചു കൊണ്ടുപോകുമ്പോൾ അവരാണ് തൂക്കിക്കൊണ്ടായത്. അതിദയനീയമായിരുന്നു. ഇങ്ങനെ എനിക്കൊക്കെ 54 വയസ്സായി. ഈ കാലം വരെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളെ അച്ഛന്മാരുള്ള കാലത്ത് പോലും ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞങ്ങൾക്ക് അറിയില്ല. 84 ഒരു ഉരുൾപൊട്ടലുണ്ടായി മുണ്ടക്കായി. അതിന് ശേഷം അതിനും അതിഭീകരമായൊരു പിന്നെ ഉരുൾപൊട്ടൽ ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം നാട് ആകെ ഒരു ദയനീയ സ്ഥിതിയാണ് ഇപ്പോൾ. ഞങ്ങളിപ്പോഴും ഒരു ഒറ്റപ്പെട്ട പോലെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ക്യാമ്പിലാണ്. ഞങ്ങളെ പശുക്കൾ, കോഴികൾ, നായ്ക്കൾ, പൂച്ചകളൊക്കെ ഉണ്ട്. അവർക്കുള്ള ഭക്ഷണം ആയിട്ട് വരികയാണ് ഞങ്ങൾ. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇവർക്കൊക്കെ കുറച്ച് പശുക്കളുണ്ട്. അവരെ പശുക്കളൊക്കെ എന്താ ഏതോ ഒന്നും അറിയില്ല. ഒരു ഒറ്റപ്പെട്ട മേഖല. അങ്ങനെ ആ ദയനീയ സ്ഥിതി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവരെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ തരത്തിലുള്ള തെരച്ചിലിൽ പങ്കാളിയാകുമായിരുന്നു? അതന്നെ. നമ്മളെ ഒക്കെ ഞങ്ങളുടെ നാട്ടുകാർ ഈ അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പറഞ്ഞാൽ എല്ലാം ഞങ്ങളുടെ സഹോദരന്മാരാണ്. എല്ലാവരും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരാണ്. ആരും അറിയാത്തവരില്ല. അവരെയാണ് നമുക്ക് വേർപെട്ട് പോയി നഷ്ടമായിരിക്കും. അവരാണ് ഞങ്ങളുടെ സഹോദരന്മാർ, പിതാക്കന്മാരൊക്കെ. നമ്മൾ അത്രയും ബന്ധമാണ് ഈ നാട്. ഞങ്ങളെല്ലാവരും സെൻറ്റർ ചൂരൽമലയാണ്. അട്ടമലക്കാർ, ചൂരൽമലക്കാർ, മുണ്ടക്കൈക്കാർ, പുത്തുമലക്കാർ. ആ സഹോദരന്മാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ ഒരു വേദന ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, മാറുന്നില്ല. ഓരോരുത്തരും എൻ്റെ ഭാര്യയൊക്കെ എത്രയോ ആൾ രാവിലെ 6 മണി തൊട്ട് വിളിച്ചുകൊണ്ട് ക്ലാസ് പിടിച്ചിട്ടുണ്ട് അട്ടമല. അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ലീവാണ് ചോദിക്കാൻ വേണ്ടി ഓരോരുത്തരെ പിന്നെ മുതികര വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട്. അവരൊക്കെ മണ്ണിനടിയിലായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് പോകാൻ. അവരെ കണ്ടെത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അവരെ കണ്ടെത്തേണ്ടത് ഞങ്ങളൊരു ആവശ്യമാണ്. ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ പോയത്. ഇതിൽ കൂടുതലൊന്നും പറയാനാവില്ല എനിക്ക്. വേറൊരു ദയനീയമായ സംഭവം കൂടി ഇതിനകത്തുണ്ട്. എൻ്റെ പെങ്ങളുടെ മോൻ പ്രജീഷ്, പുള്ളിക്കാരൻ R&Dൻ്റെ വർക്കറായിരുന്നു. അന്ന് രാത്രി എല്ലാ ആളുകളെ രക്ഷിക്കുകയും അവൻ സ്കൂളിൽ പരിസരത്ത് നിന്ന് ആളുകളെ ഇങ്ങോട്ട് വണ്ടിയിൽ കൊണ്ട് മാറ്റുകയൊക്കെ ചെയ്തു. 2ാമത്തെ പ്രാവശ്യം ആളുകളെ കൊണ്ടുവരാൻ പോയപ്പോൾ ആ ജീപ്പ് അടക്കം പുള്ളി നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്ക് അതിൻ്റെ പരിപാടിയെല്ലാം ഞങ്ങൾക്ക് പിറ്റേ ദിവസം ബോഡി കിട്ടി. പഴയ പുതിയ വില്ലേജിൻ്റെ സ്ഥലത്തുനിന്ന് ഒഴുക്കിൽപ്പെട്ട് പുള്ളി മരണപ്പെട്ടു പോയി. പ്രജീഷ് എന്ന് പറയും. ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലുണ്ടാവും. ആ പുള്ളി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ സ്വന്തം പെങ്ങളെ മോനാണ് പ്രജീഷ്. എല്ലാവരും അറിയും.
ചേട്ടനും ഈ തെരച്ചിലിനകത്തൊക്കെ പങ്കാളിയാണ്? പങ്കാളിയാണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അവിടുന്ന് വെള്ളം അവിടെ ആയപ്പോൾ അങ്ങോട്ട് കിടക്കാൻ കഴിഞ്ഞില്ല, ഈ പാലം കാണുന്നില്ല. പിന്നെ അവിടെ 2-3 മൃതദേഹം കിട്ടിയപ്പോൾ അങ്ങോട്ട് വലിച്ച് മുകളിലേക്ക് വെച്ചു. അത് കൊണ്ടുപോകാൻ വരെ വണ്ടി വരാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ നിലമ്പൂർ റോഡൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ റെഡിയാകുമായിരുന്നു. പക്ഷെ അതൊന്നും മന്ത്രിമാരൊക്കെ വന്ന് പോകുന്നല്ലാതെ അതിനൊരു ശാശ്വത പരിഹാരമില്ല. ഇപ്പോഴും നിങ്ങളുടെ ഒരു ഭീതിയും പ്രയാസവും ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. എത്ര കുടുംബങ്ങൾ വരും ഇവിടെയോ? ഒരു 10-50 കുടുംബം ഇപ്പോൾ ഉള്ള അവിടെ. എത്ര അംഗങ്ങൾ വരും? അംഗങ്ങൾ ഒരുപാടുണ്ട്. 100-150 ആൾക്കാരുണ്ടാവും അവിടെ. പക്ഷെ നിങ്ങളുടെ ആ പ്രയാസമെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ രക്ഷാദൗത്യത്തിൽ നിങ്ങളും പങ്കാളിയായി. അതന്നെ, ഞങ്ങൾ പെങ്ങളെ മോൻ അങ്ങനെ നഷ്ടപ്പെട്ടു പോയില്ല. ഞങ്ങൾ അത്രയും മാത്രം ഞങ്ങളെ എന്താ പറയാൻ വാക്കുകളില്ല. ആ ഒരു അവസ്ഥയാണ് ഞങ്ങളെ. ഈ കാര്യത്തിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളത് മറക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ക്യാമ്പുകളിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ പശുക്കളും മറ്റു കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങൾ പോയിട്ട് 2-3 ദിവസം ആയതുകൊണ്ടൊന്ന് അവരൊന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പങ്കെടുത്തു എന്ന് മാത്രം. അപ്പോഴാണ് നിങ്ങൾ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ തെരച്ചിൽ പങ്കാളി? അതെ. ഇന്നത്തെ ഈ തെരച്ചിലിൽ ഈ 13-ാം പാലത്തിൻ്റെ അവിടെയുള്ള തെരച്ചിൽ സംഘത്തിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അവർ ഈ അട്ടമല പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഈ തോടിൻ്റെ മറുഭാഗത്ത് അവരിങ്ങനെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. പക്ഷേ എങ്കിൽ പോലും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരൊക്കെയാണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. അപ്പോൾ അവരുടെ ശരീരം അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവശ്യം കൂടിയാണ്. അതെല്ലാം പരിഗണിച്ചാണ് അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഈ ഒരു തെരച്ചിലിനായിട്ട് അവർ പങ്കാളികളായത്. അവർ ഈ രക്ഷാദൗത്യത്തോടൊപ്പം ഈ നാട്ടുകാരും പങ്കെടുക്കുകയായിരുന്നു. ഈ ഭാഗത്താണ് ഈ ചൂരമലയിൽ നിന്ന് വന്ന അധികം മൃതദേഹങ്ങളും ഈ ഭാഗത്താണ് അടിഞ്ഞത്. അന്ന് തന്നെ ഈ ദുരന്തമുണ്ടായതിൻ്റെ തിങ്കളാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെയാണ് അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഈ ദുരന്തമുണ്ടാകുന്നത്. ചൊവ്വാഴ്ച തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒട്ടേറെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കാരണം ഈ മരച്ചില്ലകൾക്കിടയിലും അതുപോലെ തന്നെ ഈ വലിയ മരങ്ങൾക്കിടയിലും ഒക്കെ ആയിട്ടാണ് ഈ മൃതദേഹങ്ങളെല്ലാം കുടുങ്ങിക്കിടന്നത്. അത് അന്ന് തന്നെ അവർ വീണ്ടെടുത്തു. അതിനുശേഷവും ഇന്ന് വരെ നിരവധി മൃതദേഹങ്ങളാണ് ഈ ഭാഗത്ത് കണ്ടെത്തുന്നത്. കാരണം ഈ പുഴ വന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ ചുറ്റുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാകാം ഇവിടെ ഈ മണ്ണ് കൂടുതലായി അടിയുകയും കൂടുതൽ മൃതദേഹങ്ങളൊക്കെ അടിയാനൊക്കെ കാരണം. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാവുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വലിയ മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും വന്ന് അടിഞ്ഞു കിടക്കുന്നത്. അതെല്ലാം മാറ്റിയുള്ള ഒരു തെരച്ചിലാണ് ഈ 13-ാം പാലത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ആ ദൗത്യ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിൽ തെരച്ചിൽ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു കൈത്തോടായിരുന്നു. അതിപ്പോൾ ഒരു വലിയ രീതിയിൽ ഒരു പുഴ പോലെ വിസ്തൃതമായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു ആഘാതമാണ് ഈ ഉരുൾപൊട്ടൽ ഈ 13-ാം പാലത്തും പ്രദേശത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. നിരവധി വീടുകൾ മറുഭാഗത്തൊക്കെ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ് കഴിയുന്നത്. അവരിപ്പോൾ പറഞ്ഞു നമ്മളോട് ഭക്ഷണവും വസ്ത്രവും അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ലാതെ ദുരിതത്തിലാണ് അവരുടെ കുടുംബങ്ങൾ കഴിയുന്നത്. ഏകദേശം 100ഓളം കുടുംബങ്ങൾ മറുഭാഗത്തുണ്ട്. അവിടെ നിരവധി കുടുംബങ്ങളുമുണ്ട്. പക്ഷേ അതെല്ലാം മറന്നുള്ള ഈ ഒരു ദൗത്യത്തിൽ അവരുടെ ഒരു പങ്കാളികളാകുന്നു എന്നതാണ് നാം ഇവിടെ കാണുന്ന ഒരു വലിയ ഒരു സവിശേഷത.